അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി പത്തിരി തയ്യാറാക്കാൻ നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ചപ്പാത്തിയുടെയാണോ പത്തിരിയുടെയാണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. നല്ല രുചിയാണ്, അത്ര പെട്ടെന്ന് നമുക്ക് മടുപ്പ് തോന്നില്ല, കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നത് കഴിക്കാനായിട്ട് ഞാൻ എടുത്തത് നമ്മുടെ അമ്മച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് കറിയാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പച്ചമസാല, മുളകും പൊടിയൊന്നും ചേർക്കാതെ പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. പച്ചമസാല ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ആ കറിയുടെ കൂടെ അത് ബെസ്റ്റാണ് കഴിക്കാൻ. ആ കറിയുടെ നല്ല നോൺ വെജിൻ്റെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ കുറുമയുടെ കൂടെ വലിയ കുഴപ്പമില്ല, തരക്കേടില്ലാതെ പോവുള്ളൂ. കുറുമ അത്ര ഞാൻ 100% ഉറപ്പ് പറയില്ല. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇത്തിരി സ്പൈസ് ആയിട്ടുള്ള മുട്ടക്കറി അങ്ങനെയുള്ള മസാലക്കറികളുടെ കൂടെ അടിപൊളിയായിരിക്കും ഇത് കേട്ടോ. ഗ്രീൻ പീസ് മസാലയുടെ കൂടെയൊക്കെ സൂപ്പറാണ്. പിന്നെ അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, ഈ കറി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് ചുട്ട് വെക്കണം. അതിൻ്റെ ഒപ്പത്തിരി നെയ്യ് വരട്ടി നമ്മൾ പത്തിരി മാറ്റി വെക്കുന്ന പോലെ ഇത് മാറ്റി വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാനും പേട ടേസ്റ്റാണ്. പിന്നെ എനിക്ക് 3 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പറയാനുണ്ട്. ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും പറയാണ്. ഇപ്പം ഞാൻ പറയുന്ന അളവിന് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ 3-4 ആൾക്ക് കഴിക്കാനുള്ളത് എന്തായാലും ഉണ്ടാവും. അത്രയ്ക്കുണ്ട്, ഒരു 10-18 എണ്ണം ഉണ്ടാവും ആ ഒരു അളവിന് എടുത്തു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ 2 പേർക്കൊക്കെയാണ് തയ്യാറാക്കുന്നെങ്കിൽ ഇത്ര എടുക്കണമെന്നില്ല കേട്ടോ. ആ മാവിൻ്റെ പകുതി അളവ് എടുത്താൽ മതി. അതും കൂടി പറയാനുണ്ട്. പിന്നെ അതുപോലെ നമ്മളിത് ബോൾ ഉരുട്ടി വെക്കും. ആ നേരത്തെ അധികം വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും ഒന്നുകൂടി എടുത്ത് പറയാണ്. ബോൾ ഉരുട്ടി വെക്കുന്ന നേരത്ത് നിങ്ങളതൊരു കാസറോളിലോ അല്ലെങ്കിൽ ഒരു അടപ്പുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചോളൂ കേട്ടോ. ഈ ബോളുകൾ ഉരുട്ടിണ നേരത്ത് അതെന്താണെന്ന് വെച്ചാൽ പുറത്ത് കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ മോൾ വശം ഡ്രൈ ആയിട്ട് പോകും. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് പരത്തിയെടുക്കാനുള്ള വശം ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ തുറന്നു വെച്ചുകൊണ്ട് കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ പരത്തിയെടുത്ത് പെട്ടെന്ന് ചുട്ടാൽ മതി. ഇത്തിരി സമയം എടുക്കുമെങ്കിൽ നിങ്ങളതൊരു പാത്രത്തിലോ അല്ലെങ്കിൽ അങ്ങനെ മൂടിയുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ചു വെച്ചോളൂ കേട്ടോ. അതും കൂടി പറയാനുണ്ട്. പിന്നെ ഉപ്പ് വെള്ളത്തിൽ കറക്റ്റ് ആയിരിക്കണം, എങ്കിലാണ് മാവിലേക്ക് അത് കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നീട് നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇന്നലിട്ട് തക്കാളിക്കറി ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്, അത് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ ഈ റെസിപ്പി അതൊന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി പത്തിരി തയ്യാറാക്കാൻ നോക്കാം. അപ്പം നമുക്ക് ചപ്പാത്തി പത്തിരി തയ്യാറാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ കാട്ടിത്തരാം. ദേ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ ലൈറ്റിൽ? ഒന്ന് ആട്ടപ്പൊടി, പിന്നെ ഇത് നമ്മുടെ റവ. ഈ 2 സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. റവയും ആട്ടപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. ഇതിൻ്റെ അളവ് എന്ന് പറയാനാണെങ്കിൽ 1 കപ്പ് ആട്ടപ്പൊടിക്ക് 1 കപ്പ് റവ, രണ്ടും സമാസമാണ് എടുക്കേണ്ടത് കേട്ടോ. അത് ഓർത്ത് വയ്ക്കാൻ നല്ല എളുപ്പമാണ്. വെള്ളത്തിൻ്റെ അളവ് പറയാനാണെങ്കിൽ ഇപ്പം നമ്മുടെ മാവ് ഇത് 1 കപ്പും ആട്ട 1 കപ്പും റവ 1 കപ്പാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ 2 കപ്പ് മാവ് ഉണ്ട്. ആ 2 കപ്പ് വെള്ളമാണ് നമുക്ക് ഇതിലോട്ട് വേണ്ടത്. വെള്ളം നമുക്ക് 2 കപ്പ് വേണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കപ്പിൻ്റെ അളവ് ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. കുറേ പേര് പറയാറുണ്ട് കപ്പ് ഏത് ചേച്ചി എത്രയുടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ ഏത് പാത്രമാണോ ഉപയോഗിക്കണേ ആ പാത്രത്തിൽ 1 പ്രാവശ്യം ആട്ടപ്പൊടി എടുക്കുക, 1 പ്രാവശ്യം റവ എടുക്കുക, 2 പ്രാവശ്യം വെള്ളം എടുക്കുക. അത്രേ ഉള്ളൂ പണി. അതിനിപ്പോൾ മെഷർമെന്റിന്റെ കപ്പ് വേണം അതൊന്നും ഒരു നിർബന്ധമുള്ള കാര്യമല്ല. നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള പാത്രം വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് വെള്ളം ഒന്ന് നല്ല വെട്ടി തിളച്ച് കിട്ടണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ്, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, പക്ഷെ നെയ്യാണെങ്കിൽ ഇച്ചിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. ഈ റവയും ആട്ടിയും നല്ല മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. സെപ്പറേറ്റ് ചേർക്കരുത് കേട്ടോ ഇതിലേക്ക്. ഇതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്തോളൂ. നമ്മുടെ വെള്ളം ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് കൂടെ ആവി വരുന്നുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. വളരെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. വെട്ടി തിളച്ചതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഇളക്കി വെച്ചിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ, നമ്മുടെ മാവ്, അത് ചേർത്ത് കൊടുക്കുക. ആദ്യം ഇത്തിരി ചേർത്തിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ തീ കൂട്ടി വയ്ക്കുക കേട്ടോ. നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എല്ലാ വശത്തേക്കും എത്തണേ. വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി പോവും. അതുകൊണ്ട് മതി. ഇപ്പം നമ്മുടെ വെള്ളം മാവിൻ്റെ എല്ലാ വശത്തേക്കും എത്തിയിട്ടുണ്ട്. ഓഫ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം. അതിനുശേഷം മൂടി വയ്ക്കാം. ഒരു 2-3-4 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ. നമുക്ക് കൈ കൊണ്ട് കുഴക്കാവുന്ന ഒരു പാകമാവണോട് കൂടിയിട്ട് നമുക്ക് എടുക്കാം. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പരത്താവുന്നതേ ഉള്ളൂ. ഇപ്പം കണ്ടോ
നമ്മുടെ മാവ് ചൂടാറി വന്നിട്ടുണ്ട്. ഒരു ഇളം ചൂടുള്ളൂ. ഇതിങ്ങനെ ഞാൻ പാത്രത്തിൽ നിന്ന് നമ്മുടെ ചപ്പാത്തി പലകേമയ്ക്ക് എടുത്ത് വെച്ചേക്കാണ്. ഇതേ ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഒരു ഉണ്ട പരിവായിട്ട്. ഇനി ഇത് നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ പത്തിരി ചെയ്യണ പോലെ തന്നെ കയ്യിൽ ഇത്തിരി പച്ചവെള്ളം ഒന്ന് തൊടുക, ചൂടുണ്ടെങ്കിൽ. എന്നിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇത് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നൂലപ്പത്തിന് ചെയ്തില്ലേ അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉരുള ഉരുട്ടാം. കയ്യുമ്മ ഒരു തരി പച്ചവെള്ളമാക്കി കൊടുക്കുക ചൂടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ബോളാക്കി എടുക്കാൻ പറ്റും. ഇതിനെ പോലെ ഒരു 2 മിനിറ്റ് ഒന്നിങ്ങനെ കുഴയ്ക്കുമ്പോഴത്തേനും അത് സെറ്റായി കിട്ടും. ആദ്യം നമ്മളത് കുഴക്കുന്ന നേരത്തെ ഇത്തിരി ഇവിടെയൊക്കെ ഇങ്ങനെ മുരുമുരിപ്പ് പോലെ ഉണ്ടാവും. നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് നമുക്ക് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് ഇത്ര മതി. ഇനി നമുക്കിത് ബോളാക്കാം. കുഞ്ഞു കുഞ്ഞ് ഉരുളയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. നമുക്ക് പത്തിരിയുടെ ആ ഒരു വലിപ്പമല്ലേ കിട്ടണ്ടോ, അപ്പം അതിന് വേണ്ടിയിട്ട് കുഞ്ഞുരുള. ഇപ്പം നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഒരു 18 എണ്ണം ഉണ്ട് ഇതിൽ ബോൾ. ഈ ഒരു വലിപ്പത്തിന് എടുക്കുകയാണെങ്കിൽ ഈ ഒരു അളവിൽ മാവിലേക്ക് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തി എടുക്കാം. ഇതിലും കൂടുതൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ചോളാം, അല്ലെങ്കിൽ മുകളിലൊക്കെ ഡ്രൈ ആവണ പോലെയാവും. പെട്ടെന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു പാത്രത്തിലൊന്ന് അടച്ചു വെച്ചോളാം. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുകളിൽ അങ്ങ് ഡ്രൈ ആവണ പോലെ തോന്നും. ഇനി ഇത് നമുക്ക് കൈയിനടിയിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. അതായത് ഞാൻ മറ്റേ ആട്ട പൊറോട്ടയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൈയിനടിയിൽ വെച്ചിട്ട് ഒന്ന് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് ഉരുട്ടിയാൽ മതി. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് വരും. നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് പരത്തണ നേരത്ത് അരിയൊന്നും ഇങ്ങനെ കാക്കറ കൂക്കറ പോലെ ഉണ്ടാവില്ല, നല്ല വൃത്തിയിൽ വരും. നമുക്ക് അരിയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചിന്നി ചിതറിയിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടാവില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റും. ഇതേ ഇവിടെ എല്ലാ ഉണ്ടകളും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഒരു പ്ലേറ്റിൽ ഇത്തിരി ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിത് പരത്തി തുടങ്ങാം. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ബോള് എടുത്തിട്ട് പൊടിയിലൊന്ന് മുക്കിയിട്ട് വേഗം വേഗം പരത്തിയെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കുക, അതാണ് അടുത്ത പണി. ഇതൊന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ, എല്ലാം ഇതുപോലെ. വീഡിയോയിൽ കാണുമ്പോൾ എത്ര വലുതാ അത്, ഇത്ര വലുപ്പമൊന്നുമില്ല കേട്ടോ. പരത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കുഞ്ഞു കയ്യിലേക്കുള്ള കൂടിയിട്ട് വീഡിയോയിൽ പോലെ വേണം പരത്തിയെടുക്കാം കേട്ടോ. തീരെ നൈസ് ആവണ്ട. ഏകദേശം നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കണ പോലെ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതും നമുക്ക് പരത്തിയെടുക്കാം. നേരെ ഇരിക്കിസ്റ്റ. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ എല്ലാ ചപ്പാത്തി പത്തിരിയും 17 18 എത്ര ഉണ്ടായിരുന്നത് മൊത്തം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യത്തിനുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. നമുക്കിനി ചപ്പാത്തി പത്തിരി ചുട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പാൻ വെച്ച് കൊടുത്താൽ മതി. നോൺ സ്റ്റിക്കിൻ്റെ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചൂടുന്ന കല്ല് വെച്ച് കൊടുത്താൽ മതി. കല്ല് നല്ല ചൂടുണ്ടാവണം കേട്ടോ. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 സെക്കൻഡ് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യണ പോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കയ്യിലോണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി പിടിക്കുക കേട്ടോ. അരിവശം ഇങ്ങനെ ഒന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ തന്നെ ഇത് നല്ല പോളയായിട്ട് വരും. 15 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. കയ്യിലോണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചാൽ മതി. അപ്പോൾ അത് ചൂടാവണോട് കൂടിയിട്ട് തന്നെ ഇതിങ്ങനെ വീർത്തു വരും. കണ്ടോ, പത്തിരി പോലെ തന്നെ അത് വീർത്ത് വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ, നമുക്ക് ഇത്ര മൊരിഞ്ഞാൽ മതി. കണ്ടോ, ഇത്ര വീർത്ത് വരുന്നാൽ മതി. ഇനി ഇത് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ ബാക്കി എല്ലാതും ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ എല്ലാ ചപ്പാത്തി പത്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എന്തൊരു സോഫ്റ്റാ നോക്കി. ഇതൊക്കെ കണ്ടോ, എന്തൊരു സോഫ്റ്റാ. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. കണ്ടോ, നല്ല ചൂട്. ചപ്പാത്തിയാണോ പത്തിരിയാണോ എന്ന് നിങ്ങൾ കഴിച്ചു നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു സംശയം വരും. കണ്ടോ, എന്തൊരു തളർമ നോക്കി ഇതിന്.
ഇനിയിപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു തളർമ ഇതിലുണ്ടാവും. പിന്നെ കാസറോളിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട, നല്ല പുതുതാന്ന് തന്നെ ഇരിക്കും കേട്ടോ എത്ര നേരം കഴിഞ്ഞാലും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതിൻ്റെ നടു ഇങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടോ ഫുൾക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ നല്ല ഓറ പോലെ കാണാം. കണ്ടോ ഉള്ളിലേക്ക് കണ്ടോ അത്രയും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ കഴിക്കാനും നല്ല സ്വാദാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. ഇനി നമുക്ക് വെള്ളം ഒന്ന് നല്ല വെട്ടി തിളച്ച് കിട്ടണം കേട്ടോ. സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ലേ? ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി പത്തിരി ചുട്ടുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചപ്പട കല്ല് വെച്ച് കൊടുത്താൽ മതി. നല്ല ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ ചപ്പാത്തി പിന്നെന്താ പറയാ, ഏതെങ്കിലും വലിയ നല്ല അത്ര നല്ല ഇത് വെക്കണ്ട മതി. ഓ അത്രയൊക്കെ വിസ്തീരിച്ച് പറയണ്ടായാലും മിണ്ടായിട്ട് ചിരിപ്പിക്കില്ലേ. അപ്പോ നമുക്കിനി ചപ്പാത്തി പത്തിരി ചുട്ടുടങ്ങാം. അതിന് വേണ്ടിയിട്ട് വല്ല സ്പൂണോ വല്ല വിസ്കിയോ ഉപയോഗിച്ച് വിസ്ക് തിളച്ച് കിട്ടും. ഇപ്പൊ നമ്മുടെ വെള്ളം ഞാൻ ഈശോ ഏത് കൂടിയൊക്കെ ഇത് തുറച്ചു വരുന്ന ആവി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മേൾവശം ഒന്നും ഇങ്ങനെ ഡ്രൈ ആയി പോവില്ല. അല്ലെങ്കിൽ മുകൾ വശമൊക്കെ ഇങ്ങനെ മുരാന്നെ വരും. മനസ്സിലായോ? നമ്മുടെ പത്തിരിക്കൊക്കെ നമ്മൾ ചെയ്യില്ലേ, ഉരുട്ടി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പെട്ടെന്ന് പരത്തി തീർക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മളൊരു ഡബ്ബയിലിട്ട് വെക്കുമല്ലോ പരത്താനായിട്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യില്ലെങ്കിലും അത് പറയാൻ പറ്റില്ല.